ഹായ്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടല്ലേ. പലർക്കും പലതരത്തിലാണ് പ്രതിസന്ധികൾ ഉണ്ടാകുന്നത്. പല പ്രശ്നങ്ങളിലാണ് എല്ലാവരും ദിവസവും അകപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മൾ ആ പ്രതിസന്ധികളൊക്കെ കണ്ട് ഭയക്കാൻ പാടില്ല. നമ്മൾ ഇന്ന് ഫേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ഒരു ജയം ഉണ്ടാവുള്ളൂ. നമ്മളത് ആ പ്രതിസന്ധികളെ നമ്മൾ തരണം ചെയ്യും തോറും നമ്മൾ കൂടുതൽ ശക്തിയുള്ളവരായിട്ടും നമുക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസമുള്ളവരായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ആ പ്രതിസന്ധികളെ നേരിടുമ്പോഴാണ്. നമുക്ക് തന്നെ നമ്മളോടൊരു ആത്മവിശ്വാസം തോന്നും, നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തേ പറ്റുള്ളൂ. നമ്മളിന്ന് ജീവിതത്തിൽ പലപ്പോഴും കാണുന്നൊരു കാര്യമാണ്, പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും തളർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവർക്ക് അത് ഫേസ് ചെയ്യാൻ പോലും പറ്റാതെ അവർ ആത്മഹത്യയിലോട്ട് നീങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. കുറേ പേര് ഡിപ്രഷനിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ആ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ പേടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരുന്നത്. നമ്മൾ ആ പ്രശ്നങ്ങളെ പേടിച്ച് നിൽക്കുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. നമ്മൾ എത്രയോ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് നാളെ ഒരു കാലത്ത് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്നുമല്ല എന്നുള്ളത് മനസ്സിലാവും. കാരണം ഇന്നലെയോ മിനിഞ്ഞാന്നോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പോ ഉണ്ടായ ആ ഒരു പ്രശ്നം അത് ആ സമയത്ത് നമ്മൾ വല്ലാതെ നമ്മളെ സ്ട്രെസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ ഭയങ്കര ഒരു ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടാവും. അതങ്ങനെ ടെൻഷൻ അടിപ്പിച്ച് നമ്മൾ ആ സമയത്ത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉരുകുന്നൊരവസ്ഥ വരെ ആയിട്ടുണ്ടാവും. എങ്കിൽ പോലും നമ്മളതിനെ പിടിച്ച് നമ്മളതൊന്ന് തരണം ചെയ്ത് വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ആ പ്രശ്നം പിന്നെ നമ്മൾ ആ പ്രശ്നത്തിൻ്റെ പുറകെ പോകും. അപ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന് പോകുമ്പോൾ അതായിരിക്കും നമ്മുടെ അപ്പോഴത്തെ വലിയ പ്രശ്നം. അതായത് ഈ 2 ദിവസം കഴിഞ്ഞ് ഉണ്ടാകുന്ന പ്രശ്നം നമുക്ക് വിചാരിക്കാത്ത പോലത്തെ ഒരു പ്രശ്നമായിരിക്കും. ആ സമയത്ത് നമ്മൾ പിന്നെയും വീണ്ടും ടെൻഷനാകും. പക്ഷെ നമ്മൾ ആ സമയത്തെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ മതി, 2 ദിവസം മുമ്പ് നമുക്ക് വന്നൊരു പ്രശ്നം, ആ പ്രശ്നം നമ്മൾ ഇതുപോലെ തലയിലേറ്റി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളിരുന്ന ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ദിവസത്തിലേക്ക് വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിലുണ്ടായിരുന്ന ആ ടെൻഷനേക്കാൾ ആ ടെൻഷൻ നമ്മൾ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ടെൻഷനിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, അന്ന് ആ ഉണ്ടായ പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു പ്രതിസന്ധി നമ്മൾ മറികടന്ന്, അതുപോലെ ഇന്നുണ്ടായ ഈ പ്രശ്നവും നമുക്കത് മറികടക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഫേസ് ചെയ്ത് എന്നും പ്രതിസന്ധി ഉണ്ടാവും എന്നല്ല, പക്ഷെ നമ്മൾ കൂടുതൽ പ്രതിസന്ധികൾ തരണം ചെയ്യും തോറും നമുക്ക് എന്തിനെ നേരിടാനുള്ളൊരു കപ്പാസിറ്റി വരും. നമുക്കൊന്നിനും ഒരു പേടി ഉണ്ടാവില്ല, നമുക്കതെന്തും ചെയ്യാന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പ്രതിസന്ധികളൊക്കെ വരുമ്പോഴത്തേക്കും തളർന്നൊടിഞ്ഞു പോവാതെ നമുക്ക് ഇതിനെ തരണം ചെയ്യാനായിട്ടും കുറേ വഴികളുണ്ട്. ഇപ്പം നമുക്ക് പ്രതിസന്ധി വരുമ്പോഴത്തേക്കും ചിലവരുണ്ട്, ഞാൻ കണ്ടിട്ടുള്ളതാണ്, ചിലവരുണ്ട് പ്രതിസന്ധികൾ വരുമ്പോൾ, അതായത് പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഉറങ്ങിയാൽ മതി, അവരുറങ്ങുകയും ചെയ്യും, അത്രയും പ്രശ്നം ഉണ്ടെങ്കിലും ഉറങ്ങും. പക്ഷെ ചില ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റില്ല, ചിലന്നല്ല ഭൂരിഭാഗം ആൾക്കാർക്കും ടെൻഷൻ കയറി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അതേപോലെ തന്നെ അങ്ങനെ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ റിലീസാകും എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് നേരം കിടക്കാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മിണ്ടാതെ കണ്ണടച്ചിരിക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാറിയിരിക്കുകയോ അതല്ലെങ്കിൽ പുറത്തേക്കൊന്ന് ഇറങ്ങി നടക്കുകയോ വെറുതെ ഫ്രീ ആയിട്ട് നടക്കുക. ആ സമയത്ത് ഫോണും ഇതൊന്നും കൊണ്ടുപോകാതെ ഫ്രീ ആയിട്ട് ഇറങ്ങി കുറച്ച് നേരം ഇങ്ങനെ നടക്കണം, എങ്ങോട്ടൊന്നില്ലാതെ നടക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് നമ്മളുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആകും. അതെല്ലാം നമുക്ക് വീട്ടിലിരുന്നിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാംസ് കാണുകയോ എന്തെങ്കിലും വെറുതെ വെച്ചിരുന്നാൽ മതി. നമ്മൾ ചിലപ്പോൾ തുടക്കമൊന്നും ശ്രദ്ധിക്കില്ലായിരിക്കും, പക്ഷേ കുറേ നേരം നമ്മൾ അതിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെല്ലും.
അതല്ല എന്നുണ്ടെങ്കിൽ, അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുക. സാധാരണഗതിയിൽ ഈ ടെൻഷൻ കയറി കഴിയുമ്പോഴത്തേക്കൊന്നും ചെയ്യാൻ തോന്നില്ല, അതൊരു വാസ്തവമാണ്. എങ്കിൽ പോലും നമ്മളെടുക്കുന്ന എഫർട്ട് അനുസരിച്ചിരിക്കും നമ്മളുടെ ടെൻഷൻ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു എഫർട്ടും എടുക്കാണ്ട് നമ്മൾ ടെൻഷൻ എന്നും പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു എന്താണോ നമുക്ക് മുന്നിലുള്ളത്, ആ ഒരു തടസ്സം, അതിനെ നമുക്ക് മറികടക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ചില വീടുകളെന്നല്ല, ചിലപ്പോഴൊക്കെ നമ്മൾ കാണാറുള്ളതാണ്, ഈ ടെൻഷൻ വരുമ്പോഴത്തേക്കും ഇപ്പോൾ വീട്ടിൽ അച്ഛനാണ് ടെൻഷൻ വന്നെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ആരും പോകില്ല. കാരണം അച്ഛൻ എപ്പോഴും ദേഷ്യമായിരിക്കും, പിള്ളേരുടെ അടുത്ത് മിണ്ടില്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ദേഷ്യമായിരിക്കും. അപ്പോൾ എന്നിട്ട് അവർ ആ ഒരു സ്ട്രെസ്സും കൊണ്ട്, ആ ഒരു ടെൻഷനും കൊണ്ട് അവിടെ നിൽക്കും. അപ്പോൾ അതിന് ആ ടെൻഷൻ കളയാനുള്ള ആ എഫേർട്ട് അവരെടുക്കാത്ത കൊണ്ടാണ്. അവർ ആ ടെൻഷൻ എന്നും പറഞ്ഞിട്ട് അതിനെ മാത്രം ഇങ്ങനെ ആവാഹിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ അതിനെ മാത്രം ഉള്ളിലിട്ടുകൊണ്ട് ഇങ്ങനെ കൂടുതൽ ടെൻഷൻ ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കണം അവരുടെ മനസ്സിൽ. അതിന് പകരം അവരായിട്ട് അത് റിലീസ് ചെയ്യാനായിട്ട് അവരായിട്ട് തന്നെ മുന്നിട്ടിറങ്ങണം, അവരായിട്ട് തന്നെ അത് മാറ്റണം എന്നുള്ള തീരുമാനത്തിൽ വീട്ടിൽ ഫാമിലിയായിട്ട് സംസാരിക്കുകയോ കുട്ടികളായിട്ട് കൂടുകയോ, കുട്ടികളുടെ അടുത്തൊന്നും വരല്ലേ എന്ന് പറയേണ്ട ആവശ്യമൊന്നും വരരുത്. കുട്ടികളുടെ അടുത്ത് പോയി ആ കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ട്രെസ്സ് കുറച്ച് കുറയും. അത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുക, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെസ്സ് കുറയും. ഇതൊക്കെ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളാണ്. അതിന് പകരം ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരുണ്ട്, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് മദ്യപാനത്തിലോട്ടും പുകവലിയിലോട്ടൊക്കെ കൂടുതൽ അഡിക്റ്റായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ റിലീഫ് തരുന്ന ഒരു സംഗതികളല്ല. അതിനു വേണ്ടി മുൻകൈ എടുത്തിട്ട് കാര്യവുമില്ല. കാരണം അതിനു വേണ്ടി ഇപ്പം പറഞ്ഞാൽ പറയും, ഞാൻ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ മുൻകൈ എടുത്തതാണ് എന്ന് പറയും. എനിക്ക് അങ്ങനെ എടുത്തു കഴിഞ്ഞാലാണ് എൻ്റെ ടെൻഷൻ ഒന്ന് കുറയുക എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്കുള്ള ടെൻഷൻ കുറയണമെന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലിക റിലീഫ് മാത്രമാണ്. താൽക്കാലികം എന്ന് പറഞ്ഞാൽ വെറും താൽക്കാലികം. അതായത് ആ സമയത്ത് ഇപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ബോധം പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പിന്നെ അതിനെക്കുറിച്ച് നോക്കണം. അത് ആ കുറച്ച് നേരത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ബോധം കെട്ടത് അത് പോയി കഴിയുമ്പോഴത്തേക്കും, ആ കെട്ടിറങ്ങുമ്പോഴത്തേക്കും പിന്നെ പഴയ പോലെ തന്നെ ടെൻഷനായിരിക്കുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും കാര്യമൊന്നുമില്ല. കാരണം അതങ്ങനെ ഒരു താത്കാലിക ആശ്വാസം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അതുമാത്രമല്ല, അത് നമുക്ക് അടുത്ത ഒരു ടേണിംഗ് പോയിന്റിലേക്ക്, അതായത് ഓരോരോ അസുഖങ്ങളിലേക്ക് വഴി തെളിക്കും. ഈ മദ്യപാനം പുകവലിയൊക്കെ നാളെ ഒരു കാലത്ത് വേറെ അസുഖങ്ങളായിട്ട് മാറും. അപ്പം അതിനും നല്ലത് നമ്മൾ ആരോഗ്യപരമായ ഒരു മുന്നോട്ടിറങ്ങൽ ചെയ്യുന്നതാണ്. ആരോഗ്യപരമായെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് കളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവരായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അടുത്ത് നല്ല ഒരു കൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു തുറന്നു പറയാൻ പറ്റിയ ഒരാളായിട്ട് സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇറങ്ങി നടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നങ്ങൾ കുറച്ചും കൂടി നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ചില സമയത്ത് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും തുറന്നു പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ കേൾക്കുന്നുണ്ടാവും, അവർക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലവർ എഴുതിയിൽ എണ്ണൊഴിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ നമ്മളങ്ങോട്ട് പറയുമ്പോഴത്തേക്കും അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്ക് അതിന് ചിലവർക്ക് മാനസികമായിട്ട് സപ്പോർട്ട് തരാനേ പറ്റുള്ളൂ. പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ പണം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാനസികമായിട്ട് പക്ഷെ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ അതിൻ്റെയൊക്കെ നല്ല വശങ്ങൾ എടുക്കുക. അല്ലാണ്ട് ചിലപ്പോൾ ചിലർ പറയും, അവരോട് പറഞ്ഞിട്ട് പൈസ ഒന്നും തന്നില്ല എന്ന് പറയും. പക്ഷെ പൈസ എന്നേക്കാളും ഈ പറഞ്ഞ പോലെ മാനസികമായ ഒരു സപ്പോർട്ട് കിട്ടുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും തളർന്നു പോവാതെ നമ്മൾ അതിനെങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും, നമുക്കതെങ്ങനെ തരണം ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ട് അത് തരണം ചെയ്ത് മുന്നേറണം. അത് പോരാതെ നമുക്ക് ഇതുപോലെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ
പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ചെയ്തത് വെച്ചിട്ട് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും അതൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ